ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. വിഷ്ണുവും ശാലിനിയും കൂടെ പഴവും ബ്രെഡും വെള്ളവും എല്ലാം കൂടെ പപ്പിമോക്കും സത്യയ്ക്കും ഒരു കയറെ കെട്ടിയ താഴ്വരയിലോട്ട് ഇട്ടുകൊടുത്തിരിക്കുവാണ്. വിഷ്ണുവേട്ടാ, നമ്മുടെ മക്കൾക്കത് കിട്ടിക്കാണുമോ? ആ കയറൊന്ന് വലിച്ചു നോക്കിക്കേ, കിട്ടിയോ ഇല്ലയെന്നറിയാമല്ലോ. വിഷ്ണു പെട്ടെന്ന് ആ കയറിങ്ങോട്ട് വലിക്കുവാണ്. ആ സമയത്ത് പപ്പിമോളും സത്യമോളും കൂടെ ആ ബ്രെഡും പഴമെല്ലാം കയറിൽ നിന്നെടുത്ത് അവർ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ശാലിനി, താനിങ്ങനെ അലമുറയിട്ട് കരയുന്ന ഒന്ന് നിർത്ത്. നമ്മുടെ മക്കൾക്ക് ഒരാപത്തും കൂടാതെ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ വിളിക്കുന്ന ദൈവങ്ങൾ നമ്മളെ കൈവിടില്ല ശാലിനി. അപ്പോൾ കാട്ടുമൂപ്പനും രമ്പനും വേറെ ഒരുത്തനും കൂടെ ചേർന്ന് കയറുമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. വേണ്ട, വിഷ്ണു പറയാൻ തോണ്ട ശാലിനി, മൂപ്പൻ വരുന്നുണ്ട്. മൂപ്പാ, മക്കൾ ഭക്ഷണം കഴിച്ചു, ഇവിടെ ഉണ്ട് എൻ്റെ മക്കൾ, പേടിക്കണ്ട, ഞങ്ങൾ വരുവാണ് എന്നൊക്കെ മൂപ്പനെ വിളിച്ച് പറയുവാണ്. ശാലിനി ഒച്ചത്തിൽ വിളിച്ച് പറയുന്നു, മക്കളെ നിങ്ങൾ പേടിക്കല്ലേ, അച്ഛനും അമ്മയും ഇവിടെ തന്നെ ഉണ്ട്. സത്യമോളാണെങ്കിൽ അമ്മേ അമ്മേന്ന് വിളിച്ച് കരയുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് വിഷ്ണു ചോദിക്കുന്നു, പപ്പിമോളെ നീ എന്താ ഒന്നും മിണ്ടാത്തത്? എൻ്റെ പൊന്നുമോളെ, നീ എന്തെങ്കിലും ഒന്ന് പറ, നിൻ്റെ ശബ്ദം കേൾക്കുന്നില്ലല്ലോ. ഉടനെ തന്നെ പപ്പി അത് കേട്ടിട്ട് വിഷ്ണു അച്ഛാ എന്ന് വിളിക്കുന്നുണ്ട്. മതി മക്കളെ, എൻ്റെ മക്കളെ മതി, എൻ്റെ മക്കളെ കാത്ത് ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്, വിഷമിക്കല്ലേ, പേടിക്കല്ലേ എൻ്റെ പൊന്നുമക്കളെ. നിങ്ങളെ രക്ഷിക്കാനായിട്ട് ഇവിടെയുള്ള എല്ലാവരും ഉണ്ട്, അവരിപ്പോൾ തന്നെ നിങ്ങളുടെ അടുത്ത് എത്തും, നിങ്ങൾ പേടിക്കല്ലേ എന്നൊക്കെ ശാലിനിയും വിളിച്ച് പറയുന്നുണ്ട്. സത്യമോള് പറയുക, പേടിക്കണ്ട പപ്പി, അമ്മ പറഞ്ഞത് കേട്ടോ, അവരിപ്പോൾ തന്നെ വരും നമ്മളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ. മൂപ്പനും രമ്പനും കൂടെ വന്ന ആളും എല്ലാവരും ചേർന്ന വട ഒരു മരത്തെ കെട്ടിയൊക്കെ ഇങ്ങനെ വലിക്കുന്നുണ്ട്. ആ സമയത്തൊരു കടുവ ആ ഭാഗത്തൊക്കെ ചുറ്റുന്നുമുണ്ട്. എൻ്റെ മക്കളാകെ പേടിച്ചിരിക്കുവാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എൻ്റെ മക്കളെ രക്ഷിച്ച് തരണേ എന്നും പറഞ്ഞ് ശാലിനി രണ്ട് കൈയും കൂപ്പി ആ കാട്ടുമൂപ്പനോട് യാചിക്കുവാണ്. നിങ്ങളൊരല്പസമയം കൂടെ ഞങ്ങൾക്ക് ഞങ്ങൾ വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്നൊക്കെ അവർ പറയുകയും ചെയ്യുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ ചെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയല്ലിത്. ഒരു മണ്ണോ കല്ലോ പാറയോ ഒന്നും അനങ്ങാതെ ഇറങ്ങി വേണം പോകാൻ. എന്നാലേ കുട്ടികൾക്ക് യാതൊരു അപകടവും കൂടാതെ രക്ഷിച്ച് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇതിന് താഴോട്ട് പോകുന്ന മണ്ണിൻ്റെ സ്വഭാവം അറിയണം, ഉറപ്പറിയണം. അതൊക്കെ അറിയാതെ ഇറങ്ങിയാൽ കുട്ടികൾ മാത്രമല്ല, അവരെ രക്ഷിക്കാൻ ഇറങ്ങുന്നവരുടെ ജീവനും ആപത്തിലാകും. അതുകൊണ്ട് മൺതിട്ടയുടെ ബലം അറിയാനുള്ള ശ്രമം അവരാദ്യം നടത്തട്ടെ. രമ്പൻ മരത്തിൽ കയറി ചുറ്റിക്കെട്ടിയിട്ട് അതിൻ്റെ അറ്റഭാഗം കണ്ട് താഴോട്ടിടുന്നുണ്ട്. രമ്പൻ വടം പിടിച്ചിറങ്ങുവാണ്. രമ്പൻ പറയുവാണ്, ഞാൻ ഉറക്ക വിളിക്കുമ്പോൾ വടം വലിച്ചോണം, എനിക്ക് എന്തെങ്കിലും അപകടാവസ്ഥയിലാണെങ്കിലും ഞാൻ ഉറക്ക വിളിക്കും, ആ സമയത്ത് നിങ്ങൾ വടം വലിച്ചോണം. അങ്ങനെ രമ്പൻ ആ കയറെ പിടിച്ച് താഴോട്ടിങ്ങനെ ഇറങ്ങിപ്പോവുകയാണ്. ശാലിനി രണ്ട് കൈയെടുത്ത് സകല ദൈവങ്ങളെയും വിളിക്കുവാണ്. ഒരു തടസ്സവും വരുത്തല്ലേ ഭഗവാനെ, ഒരാപത്തും കൂടാതെ കുട്ടികളെ എൻ്റെ കൈകളിൽ എത്തിക്കണേ എന്നൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുവാണ്. രമ്പൻ വിളിച്ച് പറയുന്നുണ്ട്, കാല് ഭയങ്കരമായിട്ട് വഴുക്കുന്നുണ്ട്, താഴോട്ടിറങ്ങുന്നവൻ്റെ ജീവന് യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. കാട്ടുമൂപ്പൻ വിളിച്ച് പറയുന്നുണ്ട്, രമ്പ നീ സൂക്ഷിക്കണേ. പക്ഷേ രമ്പന് താഴോട്ടിറങ്ങാൻ പേടിയായിട്ട് അവൻ തിരിച്ച് മുകളിലോട്ടങ്ങ് കയറി വരുവാണ്. മൂപ്പ, ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാൻ പറ്റത്തില്ലെന്നാണോ പറയുന്നത്? രമ്പൻ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ കാട്ടുമൂപ്പൻ പറയുമ്പോഴേ ശാലിനി നിലവിളിച്ച് അവിടെ അങ്ങ് വീഴുവാണ്. ഇനി ഫോറസ്റ്റ് ഗാർഡ് വരട്ടെ, അവരൊന്ന് ശ്രമിക്കട്ടെ. അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഒരാളും ഇതിനകത്തോട്ട് ഇറങ്ങി തിരിക്കില്ലല്ലോ എന്നിങ്ങനെ കാട്ടുമൂപ്പൻ പറയുവാണ്. ഇനി ഫോറസ്റ്റ് ഗാർഡൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളുടെ കുട്ടികൾക്ക് വയ്യാതായിപ്പോയി എന്തു ചെയ്യും? അതുകൊണ്ട് ഞാൻ ഇറങ്ങിക്കോളാം. ഇറങ്ങുന്നവൻ്റെ ജീവന് രക്ഷയില്ലെന്നല്ലേ പറഞ്ഞത്? അവിടെ കിടക്കുന്ന ഞങ്ങളുടെ ജീവനാണ്, അതില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ജീവൻ വേണ്ട. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ കൂടെ ഇല്ലാതെ ഞങ്ങൾക്ക് ജീവനുണ്ടായിട്ട് എന്ത് കാര്യം? ഞാൻ ഇറങ്ങിക്കോളാം ആ കൊക്കയിലോട്ട്, എൻ്റെ മക്കളെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങിക്കോളാം. വിഷ്ണു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശാലിനിയെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, ശാലിനി, ഞാൻ നമ്മുടെ മക്കളെയും കൊണ്ടേ തിരിച്ചു വരൂ, ഞാൻ പോയിട്ട് വരാം ശാലിനി, സൂക്ഷിക്കണേ വിഷ്ണുവേട്ട. മൂപ്പൻ പറയുക, വളരെ സൂക്ഷിക്കണം, ഓരോ ചൂടും വെക്കുമ്പോൾ താഴെയുള്ള കുട്ടികളെ ഓർക്കണം. ഒരു ചെറിയ കല്ലുരുണ്ട് പോയാൽ കൂടെ അത് അവരുടെ ശരീരത്തിലാ ചെന്ന് പതിക്കണേ എന്നുള്ള ചിന്തയുണ്ടായിരിക്കണം, നല്ലതുപോലെ പ്രാർത്ഥനയുണ്ടായിരിക്കണം. ഭൂമിദേവി കനിയാതെയും കാക്കാതെയും ഇരിക്കില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ജയിച്ചേ വരൂ. മക്കളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം അച്ഛൻ്റെ ശ്രമമാണ്. ഇതിനെതിരെ നിൽക്കാനായിട്ട് ഒരു പ്രകൃതി ശക്തിക്ക് പോലും കഴിയില്ല. കുട്ടികളുടെ അടുത്തെത്തിയാൽ ഞങ്ങൾക്ക് അടയാളം തരണം, ഞങ്ങൾ അപ്പോൾ വടം വലിക്കാൻ തുടങ്ങും. പപ്പിമോളെ, സത്യേ, അച്ഛൻ നിങ്ങളുടെ അടുത്തോട്ട് വരുവാണ്, നിങ്ങൾ പേടിക്കല്ലേ. പപ്പിമോളാകെ ക്ഷീണിതയായി. സത്യ, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ, എനിക്ക് പേടിയാകുന്നു, എനിക്ക് ഒട്ടും വയ്യ സത്യ ഇനി ഇവിടെ നിൽക്കാൻ.
സത്യം പറയാ പപ്പി, നീ കരയല്ലേ, നീ വിഷമിക്കാതെ, നമ്മളെ രക്ഷിക്കാൻ അച്ഛൻ താണ്ട വരുന്നെന്നല്ലയോ പറഞ്ഞത്. അങ്ങനെ വിഷ്ണു ആ കയറെ പിടിച്ച് താഴോട്ട് പോവുകയാണ്. വിഷ്ണുവിൻ്റെ കാലൊക്കെ പതുക്കെ സ്ലിപ്പാകുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശാലിനി വിഷ്ണുവേട്ടാ പതുക്കെ പതുക്കെ എന്നൊക്കെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. വിഷ്ണു അങ്ങനെ വളരെ സാഹസികമായി താഴോട്ട് പതുക്കെ പതുക്കെ പിടിച്ച് വന്നുകൊണ്ടിരിക്കുവാണ്. സത്യയും പപ്പിയും കാണുന്നുണ്ട്. പപ്പി പറയുന്നത്, ദോണ്ട സത്യയെ വിഷ്ണു അച്ഛൻ, അച്ഛാ ഒന്ന് വേഗം വാച്ചാ, ഞങ്ങൾക്ക് പേടിയാകുന്നച്ചാ. അപ്പം മുകളിൽ നിന്നുകൊണ്ട് രംഭം പറയുന്ന, ആ ഭാഗത്താണ് അപകടമുള്ളത്, സൂക്ഷിച്ചോണം. ആ ഭാഗം കഴിഞ്ഞു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല. എന്ത് ചെയ്യാനാ മൂപ്പ, ആ ഭാഗം കഴിഞ്ഞു കിട്ടാൻ വലിയ പ്രയാസമാണ്. ഒരു തഴക്കവും വഴക്കമുള്ള അഭ്യാസിക്ക് പോലും അവിടെ ഇറങ്ങിപ്പോകാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ രംഭൻ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. മൂപ്പൻ പറയുന്നു, എത്രയും പെട്ടെന്ന് ഫോറസ്റ്റ് ഗാർഡിനെ അറിയിക്കണം. ഇനി ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അപ്പോൾ പിന്നെ അങ്ങോട്ട് താഴോട്ട് പോയ ആൾ തിരിച്ചു വരത്തില്ലല്ലോ മൂപ്പ എന്നിങ്ങനെ രംഭം പറയുകയും വിഷ്ണുവേട്ടാ വിഷ്ണുവേട്ടാ എന്ന് ശാലിനി അലറുവാണ്. എന്നെയായിട്ട് എന്തിനാ ഇങ്ങനെ ബാക്കി വെച്ചിരിക്കുന്നത്, ഞാനായിട്ട് ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്, ദൈവമേ എന്നൊക്കെ പറഞ്ഞ് ശാലിനി പറഞ്ഞ് കരയുവാണ്. ഞാനും വരുവാ നിങ്ങളോടൊപ്പം, മരിക്കുവാണെങ്കിൽ അവിടെ വെച്ച് എല്ലാവർക്കും കൂടെ അങ്ങ് മരിക്കാമല്ലോ എന്നും പറഞ്ഞ് ശാലിനി ആ കയറെ പിടിക്കാൻ ഒരുങ്ങുമ്പോൾ കാട്ടുമൂപ്പൻ ശാലിനി അവിടെ തടുത്തു നിർത്തുകയാണ്. അപകടം സ്വയം വിളിച്ച് വരുത്തരുത്, അയാൾ കയറി വരും, അയാൾക്ക് കയറി വരാതിരിക്കാനാവില്ല. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്ന ഇവിടുത്തെ പ്രകൃതി ശക്തിയുണ്ട്, കാട്ടുശക്തി, അതെന്നെ ഒരിക്കലും ചതിക്കില്ല. ആ ശക്തികൾ അച്ഛനെയും മക്കളെയും എൻ്റെ മുന്നിൽ എത്തിക്കും. കടലിൽ പോയ മുക്കുവിന് വേണ്ടി കാത്തിരിക്കുന്ന മുക്കുവത്തിയെപ്പോലെ ശാലിനി രണ്ട് കൈയും തൊഴുതുകൊണ്ടിരിക്കുവാണ് വിഷ്ണുവും മക്കളും തിരിച്ചു വരുന്നതിന് വേണ്ടി. ശാരദാമ്മയുടെ വീട്ടിൽ കുറുപ്പ് സാറ് വന്നിരുന്നുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് വായിക്കുവാണ്. എവിടെ നോക്കിയാലും അപകടമാണ്, ഇത്തിരി പോകുന്ന പിള്ളേരായല്ല. എങ്ങനെ അപകടം വരാതിരിക്കും? റോഡിലോട്ട് ഇറങ്ങിയാൽ പിന്നെ വണ്ടികൾ തമ്മിലങ്ങ് മത്സരോട്ടം അല്ലയോ. റോഡാണെങ്കിൽ പറയുകയും വേണ്ട, ആകെ കുണ്ടും കുഴിയുക. ശാരദാമ്മ കുറുപ്പ് സാറിന് മധുരമില്ലാത്ത ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നു. കുറുപ്പ് സാറ് പറയാം, ഈ ഒരു മാസം ഞാൻ മധുരമില്ലാത്ത ചായ ഒന്ന് കുടിച്ചു നോക്കട്ടെ, സാറിന് കഴിക്കാൻ കൂടെ എന്തെങ്കിലും എടുക്കട്ടെ. ഒന്നും വേണ്ട ശാരദാമ്മ, ഈ ചായ കുടിക്കുന്നതിന് പതിവ് കാര്യത്തിലുള്ളത് മാത്രമാണ്. രാവിലത്തെ ഈ നടപ്പും കൂടി ഇല്ലെങ്കിൽ ഈ കുറുപ്പ് സാറിനെ പിന്നെ ഒന്നിനും കൊള്ളില്ല ശാരദാമ്മേ. ദാണ്ടങ്ങോട്ട് പാഞ്ഞു വരുന്നുണ്ട് രണ്ട് പോലീസ് ജീപ്പ്. നമ്മുടെ ചന്ദ്രബോസും സൈന്യങ്ങളുമാണെന്ന് തോന്നുന്നു. ഞാനിപ്പം ശരിയാക്കി തരാം എന്ന ഭാവത്തിൽ നമ്മുടെ ചന്ദ്രബോസ് ദാണ്ട് ഇറങ്ങി വരുന്നു. കൂടെ കുറേ അധികം പോലീസുകാരും ഉണ്ട്. എന്താ സാറേ എന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് പറയുക, ഇങ്ങോട്ട് വരണ്ടാന്ന് വിചാരിച്ചാലും എന്ത് ചെയ്യാന്, ഓരോ കാരണങ്ങൾ ശാരദാമ്മയുടെ വീടിനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ വരുമ്പോൾ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ കേസും ബഹളമൊക്കെ ഉള്ളവരല്ലേ കോടതി കയറി ഇറങ്ങേണ്ടതുള്ളൂ. നൂർജഹാൻ അകത്തുനിന്ന് കാണുന്നുണ്ട് ചന്ദ്രബോസിനെ. സാറേ, ടൂറ് കഴിഞ്ഞ് ശാലിനിയും വിഷ്ണുവും കുട്ടികളും ഒന്നും വന്നിട്ടില്ല. സാറിനോട് ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ. അതിനെന്താ ശാരദാമ്മേ, അവർ വരട്ടെ, ആ കേസിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോളാം. ഞാനിപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു കേസിന്, ഈ ഗോപാലകൃഷ്ണനെ സംബന്ധിച്ചുള്ള കേസ്. അയാളില്ലേ അകത്ത്? ഇല്ല. നാട് മുഴുക്ക സംബന്ധം ഉണ്ടാക്കി അതിലൊക്കെ കുഴപ്പക്കാരായ മക്കളെ സൃഷ്ടിച്ചിട്ട് അയാളിപ്പോഴും റോന്ത് ചുറ്റി നടക്കുക അല്ലേ. ഇനി എവിടൊക്കെ ഭാര്യയും മക്കളും ഉണ്ടെന്ന് പടച്ച തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അല്ലേ ശാരദാമ്മേ, സാറിനിപ്പോൾ എന്താ അറിയേണ്ടത്? ഈ അനൂപെന്ന് പറയുന്നവൻ ആരാ? ഗോപാലകൃഷ്ണൻ്റെ ജാരസന്തതിയാണോ? എന്താ ശാരദാമ്മേ മിണ്ടാ നിൽക്കുന്നേ? പറ ശാരദാമ്മേ. സാറേ, അത് രണ്ടാം ഭാര്യയുടെ മകന്. ഇനി രണ്ടാം ഭാര്യ ആയാലും മൂന്നാം ഭാര്യ ആയാലും കേസിനെ ചുമക്കണ്ട് ഒന്നാം ഭാര്യയായ ശാരദാമ്മ തന്നെ. അദ്ദേഹത്തിൻ്റെ കൂടുതലും പ്രവർത്തന മേഖലയെ ഏതാണ്ട് ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിരുന്നല്ലോ. അതൊക്കെ ഇരിക്കട്ടെ ശാരദാമ്മ, ഈ അനൂപനെ ഇപ്പോൾ എവിടെ ചെന്നാൽ കിട്ടും? ഈ അനൂപേ എൻ്റെ ഒരു സുഹൃത്തായ അബൂബക്കറിൻ്റെ മകൻ കെട്ടാൻ എന്നെ പെണ്ണിനെ അടിച്ചുകൊണ്ട് പോയിരിക്കുക. അവനെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയാൽ വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഞാൻ അവനെ സെല്ലിൽ കൊണ്ടുപോയി അടച്ചേക്കാം. നൂർജഹാൻ ഇതെല്ലാം അകത്തുനിന്ന് കേട്ടങ്ങ് ഞെട്ടി പേടിച്ച് നിൽക്കുവാണ്. ഒരു കാര്യം ഞാൻ ശാരദാമ്മയോട് പ്രത്യേകം പറയുക, അവനെ തിരക്കി പരക്കം പാഞ്ഞ് നടക്കുന്നവരുടെ കയ്യിലെങ്ങാണോ അവനെ കിട്ടിയാൽ അവൻ്റെ എല്ലൂരി അവന്മാർ ചെണ്ടക്കോലുണ്ടാക്കും. അത് ശാരദാമ്മയ്ക്ക് അറിയാവോ? അതുകൊണ്ട് ശാരദാമ്മ അവനെ ഇങ്ങോട്ട് പുറത്തോട്ടൊന്ന് വിളിച്ച്, സാറേ, വിഷ്ണുവിനെ തിരക്കി വന്നപ്പോഴുള്ള മറുപടി തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയുന്നത്. ഇവിടെ വേറെ ആരും ഇല്ല, ഞാനിവിടെ ആരെ ഒളിപ്പിച്ച് വെച്ചിട്ടുമില്ല. ഇത് കേട്ട് വിശ്വസിച്ചങ്ങ് പോവും ഏതെങ്കിലും സാധാ പോലീസുകാരൻ. ഞാൻ അവരെക്കാളൊക്കെ കുറച്ച് കൂടിയ ഇനമാണ്. അവനെയും കൊണ്ട് ചന്ദ്രബോസ് ഇവിടുന്ന് പോകൂ. അതുവരെ മിണ്ടാതിരുന്ന് കേട്ടോണ്ടിരുന്ന കുറുപ്പ് സാറ് പറയുക, എൻ്റെ സാറേ, അവൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞത് കേട്ടില്ലയോ? പിന്നെയും സാറിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ എങ്ങനെയാ? താനേതാടോ? സാറിനെന്നെ അറിയാം, ഞാനിവിടെ അടുത്തുള്ളതാ.
എല്ലാവരും എന്നെ കുറുപ്പ് സാറെന്ന് വിളിക്കും. എന്നാലേ ഞാൻ അങ്ങനെയൊന്നും വിളിക്കത്തില്ല കേട്ടോ. പകരം ഞാൻ മറ്റു പലതും വിളിക്കും. പിന്നെ തേച്ചാലും മായ്ച്ചാലും ഒന്നും പോകത്തില്ല. താനേ ചായ കുടിക്കാൻ വന്നതാണെങ്കിൽ ചായ കുടിച്ചോണ്ട് പൊയ്ക്കോണം, അല്ലാതെ മറ്റുള്ളവരെ കുടിപ്പിക്കാൻ നിൽക്കല്ലേ. സാറാ പറഞ്ഞതിൻ്റെ പൊരുളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ആ കാലമൊക്കെ അങ്ങ് കഴിഞ്ഞില്ലേ സാറേ? വാമൂടി കിട്ടിയ പ്രതിമ വരെ സംസാരിക്കുന്ന കാലവാ. ഇവിടെ സ്വാതന്ത്ര്യമുള്ള നാട്. അപ്പം പിന്നെ കാര്യം പറയാൻ വരുമ്പോഴേ കയ്യെ കയറി പിടിക്കുന്നത് ആരാ സാറേ? ചന്ദ്രബോസിന് അതങ്ങോട്ട് തീരെ സുഖിച്ചില്ല. നിൻ്റെ കയ്യിലല്ല, നിൻ്റെ കൊരവള്ളി ഞാനിപ്പോൾ പിടിച്ചോണ്ട് പുറത്തിടും. ഈ ചന്ദ്രബോസിൻ്റെ മുന്നിൽ നിന്ന് നാവാടാനേ ഒരുത്തിനെയും ഞാൻ അനുവദിക്കത്തില്ല. അതിന് ഏത് പാർട്ടിയുടെ ആളായാലും നിർത്തേണ്ട അടുത്ത് നിർത്തിയേ ഞാൻ സംസാരിപ്പിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അങ്ങ് കിടത്തും എന്ന് പറഞ്ഞിട്ട് കൂടെയുള്ള പോലീസിനെ വിളിച്ചിട്ട് അകത്തോട്ട് കയറി പോവാണ്. നൂർജഹാൻ പേടിച്ച് വിറച്ച് ഒരു കതവിൻ്റെ പുറകിൽ പോയി ഇങ്ങനെ മറിഞ്ഞു നിൽക്കുവാണ്. ചന്ദ്രബോസ് ഇപ്രാവശ്യം വനിതാ പോലീസിനെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ശാരദാമ്മയ്ക്ക് ഒന്നും പറയാനും പറ്റുന്നില്ല. ശാരദാമ്മ പറയുന്ന, സാറേ അനൂപ് ഇവിടെ വന്നിട്ടുമില്ല, ഒരാളെയും വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിച്ചിട്ടുമില്ല. സാറിന് സംശയം ഉണ്ടെങ്കിൽ ഇനി കയറി നോക്കാം എന്ന് എന്ത് ധൈര്യത്തിനാണോ ശാരദാമ്മ പറഞ്ഞതെന്നറിയില്ല. ഏത് നിമിഷവും പിടികൊടുക്കാനായിട്ട് ആ കതവിൻ്റെ മറവിൽ നമ്മുടെ നൂർജഹാൻ ഇങ്ങനെ പേടിച്ച് വിറച്ച് ഇങ്ങനെ രണ്ട് കണ്ണും മുളച്ച് നിൽപ്പുണ്ട്. ചന്ദ്രബോസ് അവിടെ ഇന്നെ ചേറയിലോട്ട് കയറി ഇരുന്നിട്ട് പറയുക, ശാരദാമ്മയ്ക്ക് അറിയാമല്ലോ, ഞാനൊരു കാര്യം ഏറ്റെടുത്താൽ അതിൻ്റെ അറ്റവും തുമ്പും കാണാതെ ഞാൻ അടങ്ങിയിരിക്കത്തില്ലെന്നറിയാമല്ലോ. ആ ചെറുക്കനും പെണ്ണും ഇവിടെ ഇല്ല. ചിലപ്പോൾ ശാരദാമ്മ പറയുന്നതായിരിക്കും ശരി. എന്നാലും അന്വേഷണ ഉദ്യോഗസ്ഥനായ എനിക്ക് അതൊന്ന് ബോധ്യപ്പെടണം. എന്നാലേ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോഴകത്തോട്ട് പോയ ഒരു പോലീസുകാരൻ വരുന്നുണ്ട്. എന്താടോ എന്നിങ്ങനെ ചന്ദ്രബോസ് അയാളോട് ചോദിക്കുന്നുണ്ട്. സാറേ, അനൂപിൻ്റെ ലൊക്കേഷൻ കാണിക്കുന്നത് നങ്ങ്യാർകുളങ്ങര ടൗണാണ്. അത് കേട്ടതും ചന്ദ്രബോസ് അങ്ങ് എഴുന്നേറ്റിട്ട്, നങ്ങ്യാർകുളങ്ങരയോ? അതേ സാറേ. ആകെ ചമ്മി വിളറി വീണ്ടും നാണിച്ചു പോയി നമ്മുടെ ചന്ദ്രബോസ്. ശാരദാമ്മയ്ക്ക് അപ്പോഴാണ് ജീവനൊന്ന് നേരെ വീണത്. അകത്തിരിക്കുന്ന നൂർജഹാൻ എവിടെ പോയി ഒളിച്ച് ഒന്നും അറിയാൻ പറ്റാതെ ശാരദാമ്മ അത്രയും നേരം ചന്ദ്രബോസിൻ്റെ മുന്നിൽ ശ്വാസം അടക്കി പിടിച്ച് നിൽക്കുമായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, ചന്ദ്രബോസ് അവൻ്റെ പണി നോക്കി പോട്ടെ. വിഷ്ണു അവൻ്റെ മക്കളെ രക്ഷപ്പെടുത്തി കൊണ്ടുവരും. ശാലിനിയും വിഷ്ണുവും മക്കളുമൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് തിരിച്ചു വരും. തിരിച്ചു വന്നതിന് ശേഷമാണ് വിഷ്ണുവിനുള്ള പണി ചന്ദ്രബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത്. അതെന്താവുക എന്നുള്ള റിവ്യൂ ഒക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.